ഹലോ, എല്ലാവർക്കും ഹർദേവ്സ് കിച്ചണിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിടിലൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരാണ് ആലു പാല. അതായത് ആലു എന്ന് വെച്ചാൽ പൊട്ടറ്റോ, പാലു എന്ന് വെച്ചാൽ പാലക്കൂറ, അതായത് പാലക് സ്പിനാച്ച് ലീഫ്. അപ്പോൾ ആലു പാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പേര് പോലെ തന്നെ പാലക്കൂറയും അതായത് സ്പിനാച്ച് ലീഫും അതുപോലെ തന്നെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിന് വേണ്ടി നമ്മളൊരു കുക്കറാണ് യൂസ് ചെയ്യുന്നത്. കുക്കറിലാണ് ഈ കറി പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ കുക്കർ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണ ചൂടാകുന്ന സമയത്ത് കടുകും ജീരകവും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പിട്ടിങ്ങ് പൊട്ടിക്കാം. ഇത് ചൂടായ സമയത്ത് നമ്മൾ കുനുകുനാ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, 2 ഉള്ളിയും 2 ചെറിയ മീഡിയം സൈസിലുള്ള ഉള്ളിയും 3-4 പച്ചമുളകും കീറിയത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി ഈ ഉള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതിനുശേഷം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിളക്കിയാൽ ആദ്യ ഘട്ടം റെഡി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക് ലീഫ്, നമ്മുടെ സ്പിനാച്ച് ലീഫ് ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഈ മസാലയുടെ കൂടെ ഇളക്കി കൊടുത്താലുണ്ടല്ലോ എന്തൊരു സ്മെല്ലാണെന്നറിയോ. നന്നായിട്ട് ആ അരവ് ഈ ഇലക്ക് പിടിക്കുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ ആദ്യത്തെ മസാല ഈ ഇലക്ക് പിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ 3 തക്കാളി കഷ്ണങ്ങളും അതുപോലെ തന്നെ 2 വലിയ പൊട്ടറ്റോയും 3 ക്യാരറ്റും അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം കുറച്ച് സമയം അടയ്ക്കാതെ വേവിച്ചെടുക്കാം. ഇനി ഈ കറിയിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത ശേഷം ഒന്ന് എല്ലാം കൂടെ തവി വെച്ച് ഇളക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ആയ ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. ഇനി കുക്കറിൻ്റെ മൂടി അടച്ചു വെക്കാം. ഒരു 3 വിസിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ 3 വിസിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റത്തേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കാം. 5 മിനിറ്റ് കഴിഞ്ഞത്തേക്കുള്ള അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ നമുക്ക്. കറി എന്തായോ എന്തോ. അപ്പോൾ നമ്മളിതാ കുക്കർ തുറന്ന് നോക്കുകയാണ്. ഇതാ നോക്കിയേ. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകിയ ഒരു കറിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ എന്ത് രസമാണ് കാണാൻ. നല്ല ടേസ്റ്റുണ്ട്, നല്ല മണവും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ആലു പാല കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്